രാജേട്ടാ രാജേട്ടാ രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ എന്നാ? രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ മാസമല്ലായിരുന്നു, ഇനി അടുത്ത. അയ്യോ അത് പറ്റില്ല, രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ നാളെ വേണം. അതെങ്ങനെ? അതങ്ങനെ നാളെ വേണം. രേവതിക്കുട്ടി നാളെ വേണം, നാളെ വേണം. ശരി, നാളെ രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ട് നാളെ നമുക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണേ. എന്നിട്ട് നാണുവിനും മിനിക്കും അപ്പനും കൊടുക്കാവേ, ചിന്നിന് മാത്രം കൊടുക്കണം. എന്നിട്ട് പായസം വെക്കണം. ദേവിയമ്മടുത്ത് പറ, ഇപ്പൊ തന്നെ പറ. ദേവിയമ്മേ, എന്തോ നാളെ രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്, നമുക്ക് പായസം വെക്കണം. പിന്നെ ഇപ്പൊ വരാവേ. പപ്പേന്റി നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ വരണോട്ടാ. മേച്ചി പറഞ്ഞേ. വരാം. ബിജു മിനി എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോട്ടാ. ഇതെന്താകുന്നു? ചൊണ്ണ ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇതെന്താണ്? ഈ സ്പീഡ് കേട്ടോ. ഈ ശൂലം പോലെ ഇരിക്കുന്നതാണ് ഈ സ്പീഡ്. അപ്പൊ ഇതെന്താ? ഇത് ക്ലാവർ. ഇത് കണ്ടോ, രണ്ട് ഇലയും ഒരു പൂവും ക്ലാവർ കേട്ടോ. പിന്നെ ഇതെനിക്കറിയാം, ഹാർട്സ്. ഇതങ്ങനെ ഇത് മാത്രം എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ സ്കൂളില് ചേട്ടന്മാര് ചേച്ചിമാർക്ക് എഴുത്തു കൊടുക്കും. ആ എഴുത്തില് ഇങ്ങനത്തെ ഒരു പടം വരച്ച് അവിടെ ഒരു അമ്പും ഉണ്ടാവും. നീ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല, നിനക്ക് ഭാവിയുണ്ട്. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ. വീട്ടിൽ പായസം വെക്കും, എല്ലാവർക്കും തരാവേ. ചിന്നിന് മാത്രം തരൂല. ചോക്ലേറ്റും വാങ്ങിക്കും, അതും തരൂല. പായസം ചോക്ലേറ്റ് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, കുറെ ആള് കൂടി കിട്ടുമല്ലോ. ഏതായാലും ഒരു പെട്ടി ഷീട്ടും കൂടി വാങ്ങണം, തെന്നാലി ആക്കണം. നമുക്കൊരു കൈ നോക്കല്ലേ, ഒന്ന് മാറട്ടെ. ആഘോഷാണല്ല, എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഇല്ലാത്തൊരു ബർത്ത്ഡേ ആഘോഷം. അവനങ്ങനെ രേവതയുടെ താളത്തിനൊത്തുള്ളൂ. അവനും മകളും വലിയ സ്നേഹ. എന്താ ഒരു ഡള്ളായിരിക്കുന്നേ? സ്ട്രോ വേണ്ടേ? വേണ്ട, ഈ കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ. ചേട്ടൻ എന്തോ വേണ്ടെന്ന് ചേച്ചിയോട് പറയാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, വേറെ വല്ലതും ഉണ്ടോ? കണ്ടോ സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചതേ ഉള്ളൂ, അതിനു മുമ്പ് ടെൻഷൻ തുടങ്ങിയോ? ഞാൻ വേണേ രാശാനോട് പറയാം. അയ്യോ അവനറിയണ്ട, അവനറിഞ്ഞ പ്രശ്നവും, അത് പ്രശ്നവും. വേണ്ട വേണ്ട. നീ ഒന്നും എടുക്കണ്ടട്ടാ, ഞങ്ങൾക്കറിയാം നീ വലിയ ആളാവല്ലേ. ഞാൻ തുറന്നു, നീ തുറന്നു. പ്ലാസ്റ്റിക് കപ്പ ഞങ്ങെന്താ വേണ്ട, എന്റെ നിന്നും കൊണ്ടല്ലോ കരയുന്ന. നമ്മള് കൂട്ടാണേ. നീ കേട്ടോ, നീ തുറന്ന് നോക്കിക്കോ കേട്ടോ. ഈ ഡീസലിന്റെ വില കുറയ്ക്കണം എന്ന് മറുപടി കൂട്ടുന്നതല്ലാതെ പെട്രോളിന്റെ കാര്യം കമാന്നൊരക്ഷരം ആരും മിണ്ടുന്നില്ല. നിങ്ങൾ ഒരൊറ്റ ആളെ വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നത്. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിരുണ്ട് എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണ്ടോ? നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായി കോളനിയിലുള്ള പകുതി ആളുകൾ ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടൊന്നുമല്ല, തന്റെ ഈ മുടിഞ്ഞ ചീട്ടുകളി കൊണ്ടാ. ചീട്ടുകളി അത്രക്ക് മോശ? വളരെ നല്ല കളിയല്ലേ. അവിടെ നീ എവിടെ പോണു? അതെ, ഞാൻ അകത്തേക്ക് എന്നിട്ട് ഒത്തിരി കാര്യമുണ്ട്. ഇപ്പൊ വന്നേക്കാം. ഓൻ പോട്ടെ, നിങ്ങൾ കട്ടേ. അയ്യോ അയ്യോ, എന്തിനാ എന്റെ ബലൂൺ എടുത്തേ? നീ എടുത്തോ, അവിടെ തന്നെ വെയ്, അവിടെ തന്നെ വെയില്ല. ഇത് എന്റെ ബലൂൺ, നീ എന്തിനാ എടുക്കുന്നേ? എടുത്തോ, അതേ സ്ഥലത്ത് വെക്ക്. എന്താ എന്താ അവിടെ തന്നെ വെയ്, അവിടെ തന്നെ വെയ്. ഇത് വെക്ക് കൊടുക്കാം. മോക്ക് ഞാൻ വേറെ മേടിച്ചു തരാം. വേറെ കൊണ്ടുപോയി. ഇനി കൊണ്ടോണേ. അപ്പുറത്ത് വേറെ ബലൂൺ ഉണ്ടല്ലോ, ഞാൻ എടുക്കുന്നു. ഈ അടുത്തോ കാണാലോ, അവിടെ വേറെ ബലൂൺ എടുക്കുന്നു. അവളങ്ങനെ പറഞ്ഞോ? എന്നാ ഇന്ന് നോക്കിക്കോ. എന്താ ലേറ്റ് ആയത്? വരണം. ഇവൻ ബാലകൃഷ്ണൻ, നാഷണൽ ഇൻഷുറൻസിൽ അസിസ്റ്റന്റ് മാനേജർ. ബാലകൃഷ്ണ, ഇത് രാധിക, എന്നോടൊപ്പം എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുക. മനസ്സിലായി. 100 പേര് ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് മിസ് രാധികയ്ക്ക് മാത്രം സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉള്ളപ്പോ കക്ഷിക്കുള്ള സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് മനസ്സിലായി. കുട്ടി വന്നേ, നേരത്തെ സോപ്പിട്ടോ, ഭാവിയിലെ ചേട്ടത്തിയമ്മയാ. കേക്ക് മുറിക്കണ്ടേ? പിന്നെ ബാ. അതെടുക്കണ്ട, അതെടുക്കണ്ട, തിരിച്ചു പിടി. Happy birthday to you. Happy birthday to you.
അപ്പൊ തരാവേ പപ്പ ഇരിക്കേ ചേട്ടൻ ഇനി നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് വാ. ശരിക്കും അടിക്കാത്തോണ്ടല്ലേ? പോയി എടുത്തോണ്ട് വരാൻ. അല്ലേ, എനിക്ക് മനസ്സില്ല. പോയിട്ട് എടുത്തിട്ട് വാ. പോയി എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. എനിക്ക് മനസ്സില്ലാന്ന്. നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് വാ. അവളുടെ ഒരു അഹമ്മതി. കളിക്കണം നിങ്ങൾ എടുത്തിട്ട് വന്നാ മതി. എന്താടോ എന്തേ? എന്തേ കുനിഞ്ഞു കുനിഞ്ഞു നടക്കണത്? അയ്യോ, എന്റെ നെഞ്ചിന് നെഞ്ചിന് ഒരു ഭയങ്കര വേദന. സൂക്ഷിക്കണം, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. വാ, ഞാൻ പരിശോധിച്ച് സാറേ, ഞാൻ പരിശോധിപ്പിച്ചു. ഇപ്പൊ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഉള്ളപ്പോ തന്നോട് വേറെ ഡോക്ടറെ കാണാൻ ആരാ പറഞ്ഞു? അല്ല, ഇത് ആയുർവേദമാ, അതുകൊണ്ടല്ലേ. ആയുർവേദം? അലോപ്പതിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒക്കോപി 220 പ്രിസ്. എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. അയ്യോ, എനിക്ക് മരുന്ന് കഴിക്കാൻ സമയമായി. ഞാൻ വരട്ടെ സാറേ, പിന്നെ കാണാം. താനൊന്നും നേരെ ആവൂലോ. ഹാർട്ട് അറ്റാക്ക് വെച്ചാ സൈക്കിളിൽ ഓട്ടുന്നത്. എന്താ രേവതി കുട്ടി ഇത്? മതി ഉറങ്ങിയത്. എനിക്ക് 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 നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ ഓഫീസിൽ പോ. ഇന്ന് എനിക്ക് ഓഫീസില്ല, ഞായറാഴ്ചയല്ലേ. ഇന്ന് ഞാൻ പോവും. ആ, പൊയ്ക്കോ. ഞാൻ പോവുന്നു. പൊയ്ക്കോ. ഞാൻ ഓഫീസിൽ പോണു. വെള്ളമൊന്നും ഉണ്ടാക്കല്ലേ, പിന്നെ കുസരി തരവൊന്നും കാണിക്കല്ലേ, ദേവമ്മ എടുത്ത് വഴക്കൂടല്ലേ. ഇല്ല. ദേവമ്മേ, ഞാൻ ഓഫീസിൽ പോവാണ്. നന്നായിട്ട് നോക്കണേ. ആ, പോയിട്ടെ. ടാറ്റാ. നല്ലോട്ടായിട്ടിരുന്നോണേ. അപ്പനോടും ചിന്നോടും വഴക്കൂടരുതേ. ഞാൻ നേരത്തെ വരാവേ. വരുമ്പോ മിക്കി മൗസിന്റെ കാസറ്റ് കൊണ്ടുവരണം. പിന്നെ പുതിയ പാട്ടിന്റെ കാസറ്റും കൊണ്ടുവരണം. ഇതിങ്ങനെ പിടിച്ചിട്ടിരിക്കലെന്ന് പറഞ്ഞിട്ടില്ലേ? മുടി വൃത്തിയിടാക്കാൻ. ചീത്ത കുട്ടി. അയ്യോ, കരയല്ലേ. പപ്പേന്റെ വീട്ടിൽ പോയിരുന്നോണേ. ഞാൻ പപ്പേന്റെ വീട്ടിൽ പോവില്ല. പപ്പേന്റെ ചീത്ത. മിടുക്കൻ. കേട്ടോറാ. ടാറ്റാ. അല്ല കൊച്ചമ്മേ, എനിക്കൊരു സംശയം. ഇതിൽ ആർക്കാ വട്ട്? അങ്ങേർക്കാണോ അതോ മറ്റേ പെങ്കൊച്ചിനോ? താൻ തന്നെ പോയി അന്വേഷിക്കേ. രേവതി ഭയങ്കര കുസൃതിയാണല്ലേ. കൊച്ചു കുട്ടികളുടെ സ്വഭാവം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ടൈഫോയിഡ് ബ്രെയിനിനെ എഫക്ട് ചെയ്തു. പിന്നെ അവളുടെ മനസ്സ് വളർന്നിട്ടില്ല. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയ കുറച്ചുകൂടെ പക്വത വരുമെന്നാ ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എന്താ? മാനസിക വളർച്ചയില്ലാത്ത ഒരു പെണ്ണിനെ ആര് കല്യാണം കഴിക്കാനാ? വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട, ഒക്കെ ശരിയാവും. അങ്ങനെ ആശ്വസിക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാനാ. നമ്മുടെ കല്യാണം കഴിഞ്ഞാ നീയും അതുപോലെ ആവണം. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പൂജ ഹോളിഡേസിന് നമുക്ക് 3 പേർക്കും കൂടി എങ്ങോട്ടെങ്കിലും ഒരു ഹോളിഡേ ട്രിപ്പ് നടത്തിയാലോ? അവളെയും കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാ ഇത്തിരി ബുദ്ധിമുട്ടാ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാനൊന്ന് ആലോചിക്കട്ടെ.
ഇതാണ് രാജാവ്. കണ്ടോ തലപ്പാവൊക്കെ? മിണ്ടരുത്, കിരീടം എന്നെ പഠിപ്പിക്കണം. ആ, കിരീടം ചൂടിയ രാജാവ്. അറിയാം. ഇത് റാണി, ഇത് ജാക്കി. 9. ഇതെന്താ തെരഞ്ഞെടുക്കണേ? രാജകുമാരൻ രാജകുമാരി എവിടെ? രാജകുമാരനും രാജകുമാരിയും ഒക്കെ അവിടെ കൊട്ടാരത്തില്. ഇത് കളിയാണ്, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതില് രാജാവും റാണിയും ഉണ്ടാവും. അതെ, ഈ രാജാവിന് മക്കളില്ല, പിന്നെ എവിടെ നിന്നാണ് രാജകുമാരനും രാജകുമാരിയും ഒക്കെ ഉണ്ടാവുക? എനിക്കറിയാം രാജകുമാരി എവിടെയാണെന്ന്. എവിടാ? രാജകുമാരി കുന്നിക്കുരുവും വെച്ച് കാത്തിരിക്കുക. കുന്നിക്കുരും വെച്ച് കാത്തിരിക്കേ? ആ, ശാപമോക്ഷം കിട്ടാൻ. നല്ല ആളാണ് ഞാൻ കളി പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ പഠിപ്പിക്കുന്നത് ഇന്ന വേണം ചവിട്ടാൻ. മതി മതി മതി. അക്ബറിക്കയുടെ പടം. അയ്യേ, എന്റെ അച്ഛൻ ഡീസന്റ് മേനോന്റെ പടം. കൊന്നെ അമ്മക്ക് ഓരോ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചോട്ടെ. ആ അല്ല, അത് മുഴുവൻ കീറി നശിപ്പിച്ചോ. ഇതിന് വേദന്റെ നെഞ്ഞു കുത്തി പൊളിക്കുക എന്റെ. മോനെ രാശേരാ, നിന്റെ ഐഡിയ കൊള്ളാം. നെയ്യപ്പം തിന്നാ 2 ഗുണം. അപ്പം തിന്നാം, കയ്യിലാവുന്ന എണ്ണ തലയിലും തടവാം. എന്റെ അല്ല, രാധികയുടെ ഐഡിയ ആണ്. ആഹാ, നിന്റെ രാധികയ്ക്ക് ബുദ്ധിയുണ്ടല്ലോടാ. നാത്തൂനെ നേരത്തെ കയറി അങ്ങ് സോപ്പിടാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? പക്ഷെ ബാല, രേവതിയും കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാ അതിന്റെ ബുദ്ധിമുട്ട് നിനക്കറിയാമല്ലോ. സാധാരണ ഒരു ഫംഗ്ഷനും ആരും എന്നെ ക്ഷണിക്കാറില്ല. രേവതി കൂടെ വന്നിട്ട് അലമ്പുണ്ടാക്കുമെന്ന് കരുതിയിട്ടാ. ഇനി ആരെങ്കിലും ക്ഷണിച്ചാൽ തന്നെ ഞാൻ പോവാറില്ല. മറ്റുള്ളവരുടെ മുമ്പില് അവളൊരു പരിഹാസപാത്രം, ഒരു നോക്കൂത്തിയാവുന്നത് എനിക്ക് സഹിക്കാനാവില്ല ബാല. ആ, അതാ നിനക്ക് പറ്റുന്ന തെറ്റ്. ഈ ഹൗസിംഗ് കോളനിക്ക് പുറത്തും ഒരു ലോകം ഉണ്ടെന്ന് രേവതി അറിയണം. പലതും നേരിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ അവളുടെ മനസ്സിനൊരു വളർച്ചയുണ്ടാവൂ. അതുകൊണ്ട് നീ ഇതിനെ സമ്മതിക്കണം. അമ്മാവൻ അറിയുമ്പോ തൽക്കാലം രാധിക കൂടെ ഉണ്ടെന്നുള്ള കാര്യം അമ്മാവൻ അറിയണ്ട. അഥവാ അറിഞ്ഞാൽ തന്നെ ഞാൻ മാനേജ് ചെയ്തോളാം. 2 സ്മോളിൽ ഒതുക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എനിവേ, വിഷ് യു എ ഹാപ്പി വെക്കേഷൻ. താങ്ക് യു. തുറക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വരാവേ. ആ, സോറി. അയ്യോ വേണ്ടായേ, എനിക്ക് കുളിക്കണ്ടായേ. രേവതിക്കുട്ടി നിക്കാനാ പറഞ്ഞത്, വെറുതെ ചേട്ടന്റെ കയ്യിൽ തല്ലു കൊള്ളരുത്. അവിടെ നിക്കാനാ പറഞ്ഞത്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇന്ന് തേക്കത്തില്ല. തേക്കണം, വേണ്ട, തേക്കണം. നില്ലടി ഇവിടെ. ഞാൻ ഇന്ന് തേക്കത്തൂല്ല കുളിക്കത്തൂല്ല. ആഹാ, എന്നാ ഒന്ന് അറിയണം. നില്ലടി ഇവിടെ. അയ്യോ, അയ്യോ, എന്റെ പുറകെ ഓടി വരല്ലേ. രേവതി, അയ്യോ, അമ്പട കേമി, എന്നാ നിന്ന് തേപ്പിച്ചിട്ട് ബാക്കി കാര്യം. നില്ലടി ഇവിടെ. നിക്കാനാ പറഞ്ഞു. വീടും വീണാലും സാരമില്ല, ഞാൻ വീണു. കുളിക്കത്തില്ല. എന്നെ അവിടെ നിക്കാനാ പറഞ്ഞത്. വീണോട്ടെ. എന്റെ അമ്മോ. വീണു, വീണു. അയ്യടാ, ഒരുത്തൻ തലയും കുത്തി വീണപ്പോ നിന്ന് ചിരിക്കുന്ന. അതെ, ആണുങ്ങൾ ചെയ്യേണ്ട പണിയെ ആണുങ്ങൾ ചെയ്യാവൂ. ഇതൊക്കെ പെണ്ണുങ്ങളുടെ പണിയാ. ആഹാ, അത് ശരി. എന്നാ പിടി, ദാ ഒന്ന് കാണിച്ചേ പെണ്ണുങ്ങളെ മിടുക്ക്. നല്ല കുട്ടിയായിട്ട് രേവതിക്കുട്ടി വേഗം കുളിച്ചു വരും. രാജേട്ടൻ കണ്ടോ? ഉവ്വ ഉവ്വ. രേവതിക്കുട്ടി കുളിച്ച് സുന്ദരിയായിട്ട് വരും. ഉവ്വേ. ഇത് വേണ്ട, ഇത് വേണ്ട. ദേ, കുളി കഴിഞ്ഞ് ചേച്ചിയും രേവതിയും കൂടെ ഐസ്ക്രീം മേടിച്ചു തിന്നും. രാജേട്ടന് കൊടുക്കണ്ടല്ലേ? കൊടുക്കണ്ടേ? ആ ആ ആ ആ. ഇത് വേണ്ട. ഇത് വേണ്ട. രേവതിക്ക് ചേച്ചി കഥ പറഞ്ഞു തരട്ടെ? കുളി കഴിഞ്ഞ് പറഞ്ഞുതരാട്ടോ. കുളി കഴിഞ്ഞ് പറഞ്ഞു തരണേട്ടാ. അയ്യേ, എന്താ ഇത്? അയ്യേ, എന്താ ഇത്? പെണ്ണുങ്ങളെ മിടുക്ക് കണ്ടേ.